ചൈന ഇന്ന് ലോകശക്തികളിൽ മുഖ്യധാരയിലുള്ള ഒരു രാജ്യമാണ് അല്ലേ? ഇപ്പോഴിതാ പാകിസ്ഥാനുമായി ആയുധ വ്യാപാരത്തിലൊക്കെ ചൈന ഏറെ മുൻകൈ എടുക്കുന്നൊക്കെയുണ്ട്. അത് നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുമ്പോൾ വലിയൊരു വിഷയമാണ്. അത് നമുക്ക് സംസാരിക്കാം. എങ്കിൽ കൂടി നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? നിലവിൽ ചൈനയെ കാർന്ന് തിന്നുന്ന ഒരു വലിയ വെല്ലുവിളിയുണ്ട്. പക്ഷേ അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ട് തുടങ്ങിയിട്ടുമില്ല. പറഞ്ഞു വരുന്നത് നെയ്ജുവാനെ കുറിച്ചാണ്. എന്താണ് ചൈന നേരിടുന്ന നെയ്ജുവാൻ? ഇതിലൂടെ എന്താണ് ചൈനയിൽ സംഭവിക്കാൻ പോകുന്നത്? ചൈനയുടെ സാമ്പത്തിക ശക്തിയും ആയുധക്കരുത്തും ഒക്കെ ഈ നെയ്ജുവാൻ വലിയൊരു വെല്ലുവിളിയാണെന്നാണ് പറയപ്പെടുന്നത്. എന്താണ് ഇതിന് പിന്നിലെ സത്യം? നമുക്ക് പരിശോധിക്കാം. ചൈനയിൽ ഇപ്പോൾ അവർ നേരിടുന്ന പ്രതിസന്ധികളെ വിവരിക്കുന്നതിനായി ഇന്റർനെറ്റിൽ ബസ് വേർഡുകൾ ഉപയോഗിക്കാറുണ്ട്. അടുത്തിടെ ഇത്തരത്തിൽ ഇന്റർനെറ്റിൽ വ്യാപകമായി ഉപയോഗിച്ച ഒരു ബസ് വേർഡാണ് നെയ്ജുവാൻ എന്നത്. ഒരു സമൂഹത്തിനോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കോ എത്ര ശ്രമിച്ചാലും പുരോഗതി കൈവരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തെ വിവരിക്കുന്ന പദമാണ് നെയ്ജുവാൻ അല്ലെങ്കിൽ ഇൻവല്യൂഷൻ. ഉള്ളിലേക്ക് ഒതുങ്ങിക്കൂടുക എന്നാണ് നെയ് ജുവാൻ എന്ന വാക്കുകൾ കൊണ്ട് അർത്ഥമാക്കുന്നത്. എന്നാൽ ഇത് ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികളിൽ ആശങ്ക വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. തങ്ങളുടെ മാതാപിതാക്കൾക്ക് ലഭിച്ച അവസരമൊന്നും തങ്ങൾക്ക് ലഭിക്കില്ല എന്നും കഠിനാധ്വാനത്തിന് യാതൊരു ഫലവും ഉണ്ടാകില്ലെന്നും കുട്ടികൾ ഉറച്ചു വിശ്വസിക്കുന്നു. നെയ്ജുവാൻ എന്ന വിഷയത്തിൽ ചൈനയുടെ നേതാക്കളും ഇതുപോലെ തന്നെ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. ഇക്കഴിഞ്ഞ ഡിസംബറിൽ രാജ്യത്തിന്റെ സാമ്പത്തിക പദ്ധതികളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഉന്നത സാമ്പത്തിക ഉദ്യോഗസ്ഥർ ഒരു യോഗം ചേരുകയും ഈ പ്രശ്നം പരിഹരിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ നെയ്ജുവാൻ ഏത് തരത്തിലാണ് ചൈനയെ കാർന്നു തിന്നുന്നത്? നമുക്ക് വിശദമായി തന്നെ ഒന്ന് അറിഞ്ഞിരിക്കാം അല്ലേ? സമീപ വർഷങ്ങളിലൊക്കെ തന്നെ ചൈനയിൽ നെയ്ജുവാൻ എന്ന പദം ചൈനയുടെ സാമ്പത്തിക സാമൂഹിക ഭൂപ്രകൃതിയുടെ ഒരു കേന്ദ്ര ആശങ്കയായി മാറിയിരിക്കുകയായിരുന്നു. ഇംഗ്ലീഷിൽ ഇൻവല്യൂഷൻ എന്നറിയപ്പെടുന്ന ഈ പ്രതിഭാസം വർദ്ധിച്ചു വരുന്ന പ്രയത്നങ്ങൾക്കിടയിലും വരുമാനം കുറയുന്നതിന്റെ വ്യാപകമായ ബോധത്തെയാണ് ഉൾക്കൊള്ളുന്നത്. ഇത് വ്യവസായങ്ങളെയും വ്യക്തികളെയും പ്രാദേശിക ഭരണകൂടങ്ങളെയും ഒക്കെ ഒരുപോലെ തന്നെ ബാധിക്കുകയാണ്. ഏത് വ്യവസായങ്ങളാണ് ഈ നെയ്ജുവാനുമായി പോരാടുന്നത് എന്ന് പരിശോധിക്കുമ്പോൾ പുനരുപയോഗ ഊർജ്ജ മേഖല, റിന്യൂവബിൾ എനർജി വ്യവസായം, പ്രത്യേകിച്ചും ന്യൂ എനർജി വെഹിക്കിൾസ്, ഈ NEVകളില്ലേ, അത് തന്നെ NEV മേഖലയിൽ ചൈനീസ് വാഹന നിർമ്മാതാക്കൾക്കിടയിലുള്ള കടുത്ത വിലയുദ്ധം ഗണ്യമായ ലാഭനഷ്ടത്തിന് കാരണമായിരുന്നു. ചൈന ഓട്ടോമൊബൈൽ ഡീലേഴ്സ് അസോസിയേഷൻ പറയുന്നതനുസരിച്ച് 2023 ജനുവരി മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ 136 കാർ മോഡലുകൾക്ക് വിലക്കുറവ് സംഭവിച്ചു. ഇത് PV വ്യവസായം അമിതശേഷി പ്രശ്നങ്ങൾ നേരിടുകയാണ്. 2022 ചൈനയുടെ പോളിസിലിക്കൺ വേഫറുകൾ, മൊഡ്യൂളുകൾ എന്നിവയുടെ ഉൽപ്പാദനം 64% ഉയർന്നത്. എന്നിട്ടും വിപണിയിൽ ഡിമാൻഡ് കുറയുകയുമുണ്ടായി. ഈ അസന്തുലിതാവസ്ഥ ആക്രമണാത്മക വിലയുദ്ധത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ലാഭവിഹിതം ഏകദേശം 70% ഇടിഞ്ഞത്. താഴ്ന്ന നിലവാരവും ചെലവ് ചുരുക്കലും കാരണം കുറഞ്ഞ വിലകൾ സാമ്പത്തിക നേട്ടങ്ങളും സുസ്ഥിരതയും നൽകുന്നില്ല. വിദ്യാഭ്യാസം അല്ലെങ്കിൽ തൊഴിൽ മേഖല എന്നിവയിലേക്ക് പരിശോധിക്കുകയാണെങ്കിൽ ചൈനയിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലും നെയ്ജുവാൻ വ്യാപകമാണെന്നാണ് പറയുന്നത്. അവിടെ വിദ്യാർത്ഥികൾ അഭിമാനകരമായ സ്കൂളുകളിൽ പ്ലേസ്മെന്റുകൾ നേടുന്നതിനായി പാഠ്യേതര പ്രവർത്തനങ്ങളുടെ അല്ലെങ്കിൽ ആയുധ മത്സരമൊക്കെ നേരിടുന്നുണ്ട്. അതായത് നമ്മുടെ ഇവിടുത്തെ സ്കൂളുകൾ പോലെയല്ല, അവിടെയൊക്കെ അവരെ ചെറുപ്പത്തിലെ തന്നെ പ്രാപ്തരാക്കി, സ്വയം പര്യാപ്തരാക്കി വരുന്ന ഒരു ശീലമാണ് ചൈനയിൽ പിന്തുടരുന്നത്. എലൈറ്റ് മിഡിൽ സ്കൂൾ പ്രവേശനത്തിന് തയ്യാറെടുക്കാൻ 9 വയസ്സുള്ള ചില കുട്ടികൾ ഉറക്കവും സാമൂഹിക സമയവും തിരിച്ചുകൊണ്ട് ഈ സമ്മർദ്ദം ചെറുപ്പക്കാരായ വിദ്യാർത്ഥികളിലേക്കൊക്കെ ഇറങ്ങി വരികയാണത്രേ. പ്രശ്നം തൊഴിൽ വിപണിയിലേക്കും നീളുന്നുണ്ട്. യുവാക്കളുടെ തൊഴിലില്ലായ്മ 2023 മധ്യത്തിൽ റെക്കോർഡ് ശതമാനത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അതായത് 21.3% യുവാക്കളാണ് തൊഴിൽ രഹിതരായി ചൈനയിൽ അലയുന്നത്. ഇത് അധിക യോഗ്യതയുള്ള തൊഴിലാളികളുടെ പരിമിതമായ അവസരങ്ങളെ പ്രതിഫലിപ്പിച്ച് കാണിക്കുന്നുമുണ്ട്. ഈ താഴേക്കുള്ള ഇടിവ് പ്രാദേശിക സാമ്പത്തിക സ്ഥിരതയെ ദുർബലപ്പെടുത്തുകയും വിശാലമായ ദേശീയ വെല്ലുവിളികൾക്ക് സംഭാവനയൊക്കെ നൽകുകയും ചെയ്യുകയാണ്. ഇനി നമ്മൾ ഇതേ സമയം തന്നെ നെയ്ജുവാനോട് ബീജിംഗ് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് നോക്കാം. ചൈനയുടെ കേന്ദ്ര ഗവൺമെന്റ് നെയ്ജുവാനെ സാമ്പത്തിക വികസനത്തിന് ഒരു പ്രധാന തടസ്സമായി അംഗീകരിക്കുകയും അതിനെ ചെറുക്കാനുള്ള നടപടികളൊക്കെ സ്വീകരിച്ചു വരികയും ചെയ്യുകയാണ്. ജൂണിൽ നടന്ന സമ്മർ ദാവോസ് ഫോറത്തിൽ പ്രീമിയർ ലീ ക്വിയാങ് കാര്യക്ഷമമില്ലാത്ത മത്സരം ഒരു പ്രധാന വെല്ലുവിളിയായി തിരിച്ചറിയുന്നുണ്ട്. ഹ്രസ്വകാല നേട്ടങ്ങളെക്കാൾ ദീർഘകാല വളർച്ചയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വ്യവസായങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയും കേന്ദ്ര സാമ്പത്തിക തൊഴിൽ സമ്മേളനവും ഈ ആശങ്കകൾ പ്രതിധ്വനിച്ചിട്ടുണ്ട്. 2023 ഡിസംബറിൽ വ്യവസായങ്ങളെയും പ്രാദേശിക ഗവൺമെന്റുകളെയും കൂടുതൽ കർശനമായി നിയന്ത്രിക്കാനുള്ള പദ്ധതികളോടെ ഇൻവല്യൂഷണറി മത്സരത്തിന്റെ സമഗ്രമായ തിരുത്തലിന് ഉദ്യോഗസ്ഥർ ആഹ്വാനം ചെയ്തു.
സാങ്കേതികവിദ്യ, സുരക്ഷ, പരിസ്ഥിതി എന്നിവയ്ക്ക് കർശനമായ മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തുന്നത് ഉൾപ്പെടെ ഈ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിന് വിപണി കേന്ദ്രീകൃതവും നിയമപരമായ മാർഗങ്ങൾ ആവശ്യമാണെന്ന് പ്രസ്താവിച്ച സാമ്പത്തിക കാര്യങ്ങളുടെ സെൻട്രൽ കമ്മിറ്റിയുടെ ഓഫീസ് എക്സിക്യൂട്ടീവ് ഡെപ്യൂട്ടി ഡയറക്ടർ ഹാൻ വെൻസിയുവിനെ CGTN ഉദ്ധരിച്ച് പറഞ്ഞിട്ടുമുണ്ട്. അതായത് അവർ സുസ്ഥിരതയ്ക്കാണ് മുൻതൂക്കം നൽകുന്നത്. ഈ നടപടികൾക്ക് വ്യവസായ പ്രമുഖർ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. സർക്കാർ ഉടമസ്ഥതയിലുള്ള വാഹന നിർമ്മാതാക്കളായ GAC ഗ്രൂപ്പിന്റെ ചെയർമാനായ സെങ് ക്വിങ്ഹോങ് ദീർഘകാലവാദത്തിന്റെയും നവീകരണത്തിന്റെയും പ്രാധാന്യം ഊന്നി പറയുന്നുണ്ട്. ഹ്രസ്വകാല യുദ്ധങ്ങളിലും അവസരവാദ ഗെയിമുകളിലും അകപ്പെടുന്നത് ഒഴിവാക്കാനായി ദീർഘകാല അടിസ്ഥാനത്തിലുള്ള കമ്പനികളെ സഹായിക്കുന്നു. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. അതേസമയം തന്നെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ചൈനയിൽ നിന്ന് കൂടുതൽ അത്യാധുനിക യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ പാകിസ്ഥാൻ പദ്ധതിയിടുന്നതായി വിവരം ലഭിച്ചിട്ടുണ്ട്. ബീജിംഗിൽ നിന്ന് 40 അഡ്വാൻസ്ഡ് സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകൾ വാങ്ങാനായി ചൈനയുമായി പാകിസ്ഥാനുമായി ചർച്ചകൾ നടന്നു വരികയാണെന്നാണ് ഈ വൃത്തങ്ങളെയൊക്കെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ചൈനയുടെ അത്യാധുനിക സൈനിക വിമാനമാണ് J-35A എന്നത്. കരാർ അന്തിമമായാൽ ചൈനയ്ക്ക് പുറത്ത് സ്റ്റെൽത്ത് J-35A മൾട്ടി റോൾ യുദ്ധവിമാനങ്ങളുടെ സ്ക്വാഡ്രൺ ഉള്ള ആദ്യത്തെ രാജ്യമാകും പാകിസ്ഥാൻ എന്നത്. ചൈനയുടെ ഏറ്റവും അത്യാധുനിക സൈനിക വിമാനം ഇതാദ്യമായിട്ടാണ് ബീജിംഗ് കയറ്റുമതി ചെയ്യുന്നത്. ചൈനയുടെ 2ാം 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളാണ് ഈ J-35A എന്നത്. US-ന് ശേഷം 2 5ാം തലമുറ സൈനിക വിമാനങ്ങളുള്ള ലോകത്തിലെ ഏക രാജ്യം കൂടിയാണ് ചൈന എന്നത്. 2 വർഷത്തിനുള്ളിൽ ചൈന എല്ലാ 40 സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളും പാകിസ്ഥാനിൽ എത്തിക്കും. ചൈനയുടെ മുഴുവൻ പ്രതിരോധ വ്യവസായവും ഇതിനോട് തന്നെ വൻതോതിലുള്ള ഉൽപ്പാദനത്തിനായി സജ്ജമാക്കിയിട്ടുണ്ട്. അതിനാൽ തന്നെ വിമാനത്തിന്റെ ഒരു ഭാഗത്തിനും മറ്റേതെങ്കിലും രാജ്യത്തെ ചൈന ആശ്രയിക്കുന്നില്ല. ഈ വിമാനങ്ങൾ വാങ്ങാൻ പാകിസ്ഥാൻ വ്യോമസേന അനുമതി നൽകിയതായും റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം ഇത് സംബന്ധിച്ച് ബീജിംഗിൽ നിന്ന് സ്ഥിരീകരണമൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. എന്നാൽ കരാർ യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ അത് പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധത്തിന് വലിയ ഉത്തേജനം നൽകും. കരയിലും കടലിലും ദൗത്യങ്ങൾ നിർവഹിക്കാൻ കഴിയുന്ന ഇരട്ട എഞ്ചിൻ, സിംഗിൾ സീറ്റർ, സൂപ്പർസോണിക് എയർ സുപ്പീരിയോറിറ്റി, മൾട്ടി റോൾ ഫൈറ്റർ ജെറ്റ് എന്നീ സവിശേഷതകളുള്ള യുദ്ധവിമാനമാണ് J-35A സ്റ്റെൽത്ത് ഫൈറ്റർ. J-20ക്ക് ശേഷം ചൈന വികസിപ്പിച്ചെടുത്ത 5ാം തലമുറയിലെ 2ാമത്തെ സ്റ്റെൽത്ത് ഫൈറ്ററാണ് J-35A. US ലോക്ക്ഹീഡ് മാർട്ടിൻ A-35ന് സമാനമാണ് J-35Aയുടെ രൂപകൽപ്പന. US-ൻ്റേത് ഒറ്റ എഞ്ചിനാണ് എന്നത് മാത്രമാണ് വ്യത്യാസം. വ്യോമസേനയിലും നാവികസേനയിലും വിമാനം ഉൾപ്പെടുത്താൻ ചൈന പദ്ധതിയിടുന്നുമുണ്ട്. അതേസമയം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്കിടയിലും IMFൻ്റെയും ലോകബാങ്കിൻ്റെയും ബെയിലൗട്ട് പാക്കേജുകളിൽ അതിജീവിക്കുന്ന പാകിസ്ഥാൻ കരാറുമായി മുന്നോട്ട് പോവുകയാണെന്നാണ് റിപ്പോർട്ട്. എന്നിരുന്നാലും ഇത്രയും വലിയ ഒരു ഇടപാടിന് എങ്ങനെ ധനസഹായം ലഭിക്കുമെന്ന് വ്യക്തമല്ല. എന്നാൽ പാകിസ്ഥാന് തിരിച്ചടയ്ക്കാൻ കഴിയാത്ത മറ്റൊരു വായ്പ നൽകാൻ ചൈന തീരുമാനിച്ചാലും അതിശയിക്കാനില്ല എന്നാണ് പ്രതിരോധ വിദഗ്ധർ പറയുന്നത്. പാകിസ്ഥാൻ ഇതിനകം തന്നെ ബീജിംഗിൽ നിന്ന് വലിയൊരു തുക കടമെടുത്തിട്ടുണ്ട്. അത് തിരിച്ചടയ്ക്കാൻ ഇസ്ലാമാബാദിന് സാമ്പത്തികമായി സാധ്യവുമല്ല. കടം തീർക്കാൻ പാകിസ്ഥാൻ ദേശീയ ആസ്തികളും ഒരുപക്ഷെ രാജ്യത്തിന്റെ ചില ഭാഗങ്ങൾ പോലും വിൽക്കേണ്ടി വരുമെന്നാണ് പല വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നത്. നവംബറിൽ സുഹായ് നഗരത്തിൽ നടന്ന വാർഷിക എയർ ഷോയിൽ J-35A സ്റ്റെൽത്ത് ഫൈറ്റർ ചൈന ആദ്യമായി പരസ്യമായി പ്രദർശിപ്പിച്ചിരുന്നു. ഈ സമയം പാകിസ്ഥാൻ വ്യോമസേനയിലെ ഉന്നത ഉദ്യോഗസ്ഥരും എക്സിബിഷനിൽ സന്നിഹിതരായിരുന്നു. പാകിസ്ഥാന് തിരിച്ചടയ്ക്കാൻ കഴിയാതെ വന്നിട്ടും ചൈന ഇസ്ലാമാബാദിലേക്കുള്ള സൈനിക വിതരണം ക്രമാനുഗതമായി വർദ്ധിപ്പിക്കുകയാണ് ഉണ്ടായത്. രാജ്യത്തിന്റെ പ്രതിരോധ ചെലവിൽ നിരവധി ബില്യൺ ഡോളർ ഇതിനകം തന്നെ ചൈന ചിലവഴിച്ചിട്ടുമുണ്ട്. പാകിസ്ഥാനുമായി ചേർന്ന് J-17 തണ്ടർ യുദ്ധവിമാനം ചൈന സംയുക്തമായി വികസിപ്പിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നാവികസേനയ്ക്കായി ചൈന ഇതിനോടകം 4 അത്യാധുനിക നാവിക യുദ്ധക്കപ്പലുകൾ പാകിസ്ഥാന് നൽകിയിട്ടുമുണ്ട്. അതേസമയം പുതിയ സംഭവവികാസങ്ങളെ ഇന്ത്യ എന്തായാലും ജാഗ്രതയോടെ തന്നെയാണ് നിരീക്ഷിക്കുന്നത്. എന്തായാലും ചൈനയിലെ യുവതലമുറയെ സംബന്ധിച്ചിടത്തോളം നെയ്ജുവാൻ സാമൂഹിക കരാറിലുള്ള വിശാലമായ നിരാശയാണ് പ്രതിനിധീകരിക്കുന്നത്. ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതകൾ ഉണ്ടായിരുന്നിട്ടും തങ്ങളുടെ മാതാപിതാക്കൾ ആസ്വദിക്കുന്ന അവസരങ്ങളൊന്നും ഇനി ഞങ്ങൾക്ക് ലഭിക്കില്ലെന്ന് ഈ യുവതലമുറയിലുള്ള കുട്ടികൾ ചിന്തിക്കുന്നുണ്ട്. ഈ വികാരം മിനിമലിസ്റ്റ് ജീവിതശൈലിക്ക് അനുകൂലമായ നിരന്തരമായ മത്സരത്തെ നിരാകരിക്കുന്ന ഒരു ടാങ്ങിങ്, അതായത് പലയായി കിടക്കുന്ന പോലുള്ള ബദൽ പ്രസ്ഥാനങ്ങൾക്ക് ആക്കം കൂട്ടുകയാണ് ചെയ്യുന്നത്. എന്തായാലും അവരുടെ സർക്കാർ ഇത് തിരിച്ചറിഞ്ഞിട്ടും അംഗീകരിക്കുന്നും ഇതിന് പോംവഴി തേടുന്നുമൊക്കെയുണ്ട്. അത് തന്നെ വലിയൊരു കാര്യം. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അത് സമ്മതിച്ച് തന്നേ പറ്റൂ. കർശനമായ നിയന്ത്രണങ്ങളിലൂടെയോ വ്യവസായ നവീകരണത്തിലൂടെയോ സാംസ്കാരിക വ്യതിയാനങ്ങളിലൂടെയോ ആകട്ടെ അധിനിവേശത്തിനെതിരെയായ ഈ പോരാട്ടം കേവലം ഒരു സാമ്പത്തിക അനിവാര്യത മാത്രമല്ല, സാമൂഹികമായ ഒന്നാണ് എന്നാണ് ചൈന പറയുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻറ്റ് ചെയ്യൂ. അതോടൊപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താനായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.